ഹായ്, ഗുഡ് ഈവനിങ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ അർജൻറ്റായിട്ട് വന്നതാണ്, കാരണം ഒരു കമൻറ്റ് കണ്ടു. റോൺസ് വേൾഡ് അവർ എഴുതി വെച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റാസില എപ്പോഴും ഹാപ്പിയാണ്, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷീസ് ഹാപ്പി, റാസിലയെ കണ്ടു പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള നല്ല വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, കാരണം നമ്മൾക്ക് സന്തോഷിക്കാൻ നമ്മൾ തന്നെ മതി, നമ്മൾ തന്നെ ധാരാളം. നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിക്കുന്ന രീതിയിൽ, ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ വരുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതം നരക തുല്യമായി മാറുന്നത്. നമുക്ക് ആരെയും ബോധിപ്പിക്കാനില്ല. ആരെങ്കിലും ബോധിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചൊന്നും നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് നമ്മളെ മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ നമ്മളെന്താണോ അതേ രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ നമ്മളെ ജീവിതം സന്തോഷപൂർണ്ണമാവും. പിന്നെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് 100% നീതി പുലർത്തുക. കാരണം ആ റിലേഷൻഷിപ്പ് ഇല്ലാതായാലും നമ്മൾക്ക് ജീവിക്കണം. നമ്മൾ അവരോട് ഏതെങ്കിലും രീതിയിലുള്ള ചതിയോ വഞ്ചനയോ ഒക്കെ കാണിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കല്ല പ്രോബ്ലമായി മാറുക, നമ്മൾക്ക് തന്നെയാണ്. അപ്പോൾ 100% നീതി പുലർത്തി സത്യസന്ധതയോടുകൂടി നമ്മളെന്താണോ അതെല്ലാം ഓപ്പൺ മൈൻഡിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും. കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ ഉണ്ടാവുള്ളൂ, അതേപോലെ നമ്മളുടെ കുഴിമാടത്തിൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആത്മശാന്തിക്കും നിത്യശാന്തിക്കും ഒക്കെയുള്ള ഒരു അഡ്വൈസാണിത്. അത് അഡ്വൈസല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നതാണ്. ഞാനിത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമൊന്നുമല്ല കേട്ടോ. ഒരുപാട് കാലം ജീവിച്ച് വന്നപ്പോൾ ഒരുപാട് റിലേഷനിൽ നിന്നൊക്കെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അത് പ്രാവർത്തിയാക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ് എന്നിൽ നിങ്ങൾ കാണുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ഇമിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അഭിനയിക്കുക ഒന്നുമല്ല ഞാൻ ചെയ്യണത്, അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിക്കണമെന്നല്ല. ഞാൻ എൻ്റെ ജീവിതം, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മഴവിൽ ജീവിതമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ തുറന്നു വെക്കുന്നത്. അതിൽ വെറും പാട്ടും കളിയും ഡാൻസും മാത്രമല്ല, ഇത്തരം ജീവിതഗന്ധിയായ ഗുണപാഠങ്ങളും നിങ്ങൾ കണ്ടെത്തുന്നു എന്നറിഞ്ഞതിലുള്ള ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റോൺസ് വേൾഡ് പറഞ്ഞത് 100% ശരിയാണ്. ഐ എം സോ ഹാപ്പി because of from my heart I am so happy, from my mind I am so happy, from my soul I am so happy. ഇത്രയൊക്കെ പറയാനാണ് എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മൾ ജനിച്ചു വന്നത് തനിച്ചാണ്, ഇനി മരിച്ചു പോണതും തനിച്ചാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൂട്ടുണ്ടാവുള്ളൂ. ആ കൂട്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകരുത്. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മളെ തന്നെയാണ് നോക്കേണ്ടത്. നമ്മളിൽ രമിക്കന്നെ വേണം, ഒരു ആത്മരതി എന്ന് പറഞ്ഞ പോലെ. ബിക്കോസ് ഓഫ് അവർ സോൾ ഈസ് സോ പ്യുവർ, സോ ക്ലിയർ. അത് ഒരിക്കലും കളങ്കപ്പെടുത്തരുത്. നമ്മളുടെ ആത്മാവിനോട് ഒത്തു തന്നെ നമ്മൾ ജീവിക്കണം. ആത്മാവും നമ്മളും അന്യമല്ലാത്ത രീതിയിൽ, ദേഹവും ദേഹിയും അന്യമല്ലാത്ത രീതിയിൽ ഒരു സെർച്ചേർച്ചയോടുകൂടി ജീവിക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമാവുന്നത്. മോക്ഷവും ശക്തിയും സായുജ്യവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നേടേണ്ടതാണ്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതാണ്. ആ ഒരു അറിവ് റോൺസ് വേൾഡിൻ്റെ കൂടെ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം എല്ലാവരും സേഫായി സെറ്റായിട്ടിരിക്കുക, ബി ഹാപ്പി. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ട്രാൻസ്ജെൻഡർ കലോത്സവം തൃശ്ശൂർ നടന്ന വീഡിയോസ് ഒരുപാടുണ്ട്, അതൊക്കെ എഡിറ്റിങ്ങിൻ്റെ പണിയിലാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി രസകരമാക്കിയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ ടുമാറോ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കുകളൊക്കെ വളരെ കുറവാണ്, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. കാരണം യൂട്യൂബിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.